കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച് ആര്? അതാണ് ചർച്ചാ വിഷയം. ഇപ്പോൾ നിലവിൽ പല കോച്ചുകളുടെയും പേര് മുഴങ്ങിൽ കേൾക്കുന്നുണ്ട്. അപ്ഡേറ്റായിട്ട് പല മാധ്യമങ്ങളും ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് എടുക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ഇപ്പം നിരവധി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് കഴിഞ്ഞ് നോട്ടീസിലേക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീഡിയോ ലൈക്ക് കൂടി ചെയ്താൽ അത്രയും ഉപകാരം. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ചെയ്യാം എന്താണെങ്കിലും. അപ്പം കേട്ട് വരുന്ന കോച്ചുമാരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെയാണ് നോക്കുന്നത്. ആദ്യം തന്നെ ഇവാൻ വുക്കോവിച്ച്. അദ്ദേഹം വരാനുള്ള സാധ്യതകൾ വളരെ വിരളമാണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ. അദ്ദേഹം വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷേ കുറവാണ്. പിന്നെ എന്ന് പറയുന്നത് ഡെസ് ബക്കിംഗ്ഹാമാണ്. മുംബൈ സിറ്റിൻ്റെ കോച്ചായിരുന്നു. കറൻറ്റ്ലി അദ്ദേഹം ഇപ്പോൾ ISL ഇന്ത്യയിലില്ല, മറ്റൊരു ലീഗിലാണ്. അവിടെ നിന്ന് ടീം പുറത്താകുകയോ എന്തോ ചെയ്തിരുന്നു. ഏതായാലും അദ്ദേഹം വരാനുള്ള സാധ്യതകളും ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ മുൻ മോഹൻ ബഗാൻ കോച്ചും ISL 2 വട്ടം അവരെ ചാമ്പ്യന്മാരാക്കുകയും ഷീൽഡ് വിന്നേഴ്സാക്കുകയും ചെയ്തിട്ടുള്ള ഹബ്ബാസിനെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ടെന്നാണ് നിലവിലിപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന റിപ്പോർട്ടുകൾ. ഹബ്ബാസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷോർട്ട് ലിസ്റ്റിലുണ്ടോ എന്നും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സെർജിയോ ലൊബേറ ഇപ്പോൾ ഒഡീഷയുടെ പരിശീലകനായി തുറന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ടീമിലേക്ക് എത്താനുള്ള സാധ്യതകൾ, അതായത് സീസൺ അവസാനിച്ചതിന് ശേഷം അദ്ദേഹത്തിലെ ടീമിലേക്ക് എത്തിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ റൂമറുകളും റിപ്പോർട്ടുകളും ഉള്ളത്. ഇതിനകത്തിപ്പോൾ ഷോർട്ട് ലിസ്റ്റിലുണ്ട് എന്ന് പറയുന്ന 2 ആളുകളും സെർജിയോ ലൊബേറയും ഹബ്ബാസുമാണ് മെയിനായിട്ട്. ഹബ്ബാസ് നോക്കുകയാണെങ്കിൽ ഇൻ്റർ കാശിയുടെ കോച്ചായിട്ട് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലുണ്ട്. ഐ ലീഗിലെ ടീമായിട്ടുള്ള ഇൻ്റർ കാശിയുടെ പരിശീലനമാണ് അദ്ദേഹം. അതുപോലെ തന്നെ സെർജിയോ ലൊബേറയാണ് ഒഡീഷയുടെ പരിശീലനമായിട്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ട്, ISL ഉണ്ട്. മറ്റു കോച്ചുമാരൊന്നും ഇപ്പോൾ ഇന്ത്യയിലില്ല. അതായത് ഇവാൻ വുക്കോവിച്ചും ഡെസ് ബക്കിംഗ്ഹാമൊന്നും ഇന്ത്യയിലല്ല ഉള്ളത്. അതൊരു റീസണല്ല, അതും ഇതുമായിട്ടൊരു ബന്ധവുമില്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റാരൊക്കെ പേരുകൾ മുഴങ്ങി കേൾക്കുന്നറിയില്ല. അതുപോലെ തന്നെ മറ്റ് 2-3 കോച്ചുകളുടെ പേരും കേട്ടിരുന്നു, പക്ഷേ അത് അത്രത്തോളം കേട്ടിട്ടില്ല. ഏതായാലും ആരാണ് വരികയെന്ന് കണ്ടറിയാം. അധികവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇന്ത്യൻ അറിയുന്ന ISL പരിചയമുള്ള ഏതെങ്കിലും കോച്ചായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പറയാൻ പറ്റില്ല, ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമാണ്, കാത്തിരുന്ന് കാണാം. അപ്പം ഇപ്പം നിലവിൽ അടുത്ത മത്സരത്തിലൊക്കെ ഇറങ്ങാൻ പോകുന്ന കോച്ച് എന്ന് പറയുന്നത് തോമസ് എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം കോച്ചാണ്. അതുപോലെ തന്നെ പുരുഷോത്തമൻ കോച്ചുമായിരിക്കും ഉണ്ടാകുക സെക്കൻഡ് കോച്ചായിട്ട്. അപ്പം ഇത്രയൊക്കെയാണ് അപ്ഡേറ്റുകൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.